നമസ്കാരം. ഇന്ത്യൻ ഭൂമിശാസ്ത്രം ഉത്തരപർവ്വത മേഖലയെ ആ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകളുടെ അടിസ്ഥാനത്തിൽ 3 വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. ഹിമാലയൻ നിരകൾ, ട്രാൻസ് ഹിമാലയൻ നിരകൾ, പൂർവാചൽ, വടക്ക് കിഴക്കൻ മലനിരകൾ. അപ്പോൾ ഹിമാലയൻ നിരകൾ, ട്രാൻസ് ഹിമാലയൻ നിരകൾ, പൂർവാചൽ എന്നീ 3ആയിട്ട് ഉത്തരപർവ്വത മേഖലയെ തരംതിരിച്ചിരിക്കുന്നു. ഹിമാലയം. ഹിമാലയം എന്ന വാക്കിനർത്ഥം മഞ്ഞിന്റെ വാസസ്ഥലം. ഹിമാലയം എന്ന വാക്കിനർത്ഥം മഞ്ഞിന്റെ വാസസ്ഥലം. ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിര ഹിമാലയം. ലോകത്തിലെ ഏറ്റവും വലിയ മടക്ക് പർവ്വതം ഹിമാലയം. ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിര, ലോകത്തിലെ ഏറ്റവും വലിയ മടക്ക് പർവ്വതം ഹിമാലയം. ഇൻഡോ ആസ്ട്രേലിയൻ ബാലകവും യൂറേഷ്യൻ ബാലകവും തമ്മിൽ കൂട്ടിമുട്ടി ഇതിനെ തുടർന്ന് രൂപപ്പെട്ട പർവ്വതനിര ഹിമാലയം. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതം ഹിമാലയം. ടിബറ്റൻ പീഠഭൂമി ഗംഗാ സമതലത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഹിമാലയം. ടിബറ്റൻ പീഠഭൂമിക്കും ഗംഗാ സമതലത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഹിമാലയം. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതം ഹിമാലയം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ ടിബറ്റൻ പീഠഭൂമിയിൽ നിന്നും വേർതിരിക്കുന്ന പർവ്വതനിര ഹിമാലയം. ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്ന പർവ്വതനിര ഹിമാലയം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ ടിബറ്റൻ പീഠഭൂമിയിൽ നിന്ന് വേർതിരിക്കുന്നു. ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്നു. ഇന്ത്യയിലെ ആകെ ടൈഗർ റിസർവുകളുടെ എണ്ണം 50. ഏറ്റവും അവസാനം രൂപം കൊണ്ട ടൈഗർ റിസർവ് കംലാങ്, അരുണാചൽ പ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റെപ്പോസിറ്ററി നിലവിൽ വന്ന സ്ഥലം ഡെറാഡൂൺ. ഹിമാലയം നിർമ്മിച്ചിരിക്കുന്ന ശിലകൾ അവസാദ ശിലകൾ. ഹിമാലയം നിർമ്മിച്ചിരിക്കുന്ന ശിലകൾ അവസാദ ശിലകൾ. ഹിമാലയത്തിന്റെ ഭാഗമായി വരുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 12. ഹിമാലയത്തിലെ 3 സമാന്തര പർവ്വതനിരകൾ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഗ്രേറ്റർ ഹിമാലയാസ്, ലെസ്സർ ഹിമാലയാസ്, ഔട്ടർ ഹിമാലയാസ്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാദ്രി. ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാക്കോൾ. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാദ്രി. ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാക്കോൾ. ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർമോത്തി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കേറ്റു, ഗോഡ്വിൻ ആസ്റ്റിൻ, 8611 മീറ്റർ. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ പർവ്വതം കാഞ്ചൻജംഗ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയത് മൗണ്ട് കേറ്റു. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ പർവ്വതം കാഞ്ചൻജംഗ. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതം നന്ദാദേവി. ഹിമാലയത്തിന്റെ വടക്കേ അറ്റത്തുള്ള പർവ്വതനിര ഹിമാദ്രി. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഹിമാദ്രി. ഹിമാദ്രിക്കും സിവാലിക്കിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ. ഹിമാദ്രിക്കും സിവാലിക്കിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ. ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പർവ്വതനിരകൾ സിവാലിക്. ഹിമാലയവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ പാകിസ്ഥാൻ, ചൈന, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ. മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജംഗ, നംഗ പർവ്വതം മുതലായവ ഹിമാലയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജംഗ, നംഗ പർവ്വതം മുതലായവ ഹിമാലയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദയാമിർ, പർവ്വതങ്ങളുടെ രാജാവ് എന്ന പ്രാദേശിക പേരിൽ അറിയപ്പെടുന്ന പർവ്വതം നംഗ പർവ്വതം. കാശ്മീർ, കുളു, കാൻഗ്ര എന്നീ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാചലിൽ. പീർ പാഞ്ചൽ പർവ്വതനിരയ്ക്കും ഹിമാദ്രിക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന താഴ്വര കാശ്മീർ താഴ്വര. കാശ്മീർ താഴ്വര രൂപപ്പെടുത്തുന്ന നദി ജലം സഞ്ചാരികളുടെ സ്വർഗം എന്നറിയപ്പെടുന്ന താഴ്വര കാശ്മീർ താഴ്വര. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി മസൂരി. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജ്ഞി കൊടൈക്കനാൽ. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി മസൂറി, സുഖവാസ കേന്ദ്രങ്ങളുടെ രാജ്ഞി കൊടൈക്കനാൽ. ദൈവങ്ങളുടെ താഴ്വര കുളു. കുളു മണാലി താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ബിയാസ്.
ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന താഴ്വര കുളു. മണികരൺ ഗെയ്സർ സ്ഥിതി ചെയ്യുന്ന താഴ്വര കുളു. മനുവിന്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന താഴ്വര മണാലി. ഹിമാലയൻ പിരമിഡ് എന്നറിയപ്പെടുന്ന മസ്രൂർ റോക്ക് കട്ട് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന താഴ്വര കാൻഗ്ര. ഹിമാലയത്തിലെ സുഖവാസ കേന്ദ്രങ്ങൾ മുസോറി ഉത്തരാഖണ്ഡ്, നൈനിറ്റാൾ ഉത്തരാഖണ്ഡ്, റാണിഗഡ് ഉത്തരാഖണ്ഡ്, അൽമോറ ഉത്തരാഖണ്ഡ്, ബദ്രിനാഥ് ഉത്തരാഖണ്ഡ്. ഡെഹ്റാഡൂൺ ഉത്തരാഖണ്ഡ്, ഡാർജിലിംഗ് പശ്ചിമ ബംഗാൾ, ഗുൽമർഗ് ശ്രീനഗർ, പഹാലഗം ജമ്മു കാശ്മീർ, ഷിംല ഹിമാചൽ പ്രദേശ്, ചമ്പ ഹിമാചൽ പ്രദേശ്, ധർമ്മശാല ഹിമാചൽ പ്രദേശ്, ഡൽഹൌസി ഹിമാചൽ പ്രദേശ്, തവാങ് അരുണാചൽ പ്രദേശ്. ശിവന്റെ തിരുമുടി എന്ന് അർത്ഥം വരുന്ന പർവ്വതനിര ശിവാലിക്. സുഖവാസ കേന്ദ്രങ്ങൾക്ക് പ്രസിദ്ധമായ ഹിമാലയൻ നിര ഹിമാചൽ. ഷിംല, മുസോറി, നൈനിറ്റാൾ, അൽമോറ, ഡാർജിലിംഗ് എന്നീ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാചലിൽ. ഹിമാചലിലെ ഒരു പ്രധാന ചുരം റോഹ്ടാങ്. പൈൻ, ഓക്ക്, ദേവദാരു, ഫിർ എന്നീ മരങ്ങൾ കാണപ്പെടുന്നത് ഹിമാചലിൽ. ശിവാലിക് പ്രദേശത്ത് കാണപ്പെടുന്ന കൃഷിരീതി തട്ടുതട്ടായുള്ള കൃഷിരീതി, ടെറസ് കൾട്ടിവേഷൻ. ഗംഗാ സമതലവുമായി ചേർന്ന് കിടക്കുന്ന ഹിമാലയത്തിന്റെ ഭാഗം സിവാലിക്. സിവാലിക് പർവ്വതനിരയ്ക്ക് ലംബമായ നീളമേറിയും വിസ്തൃതമായുമുള്ള താഴ്വര ഡ്യൂണുകൾ. ഡ്യൂൺസ് താഴ്വരയിലെ പ്രധാന വൃക്ഷം സാൽ മരങ്ങൾ. ഏറ്റവും വലിയ ഡ്യൂൺ ഡെറാഡൂൺ. ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലും കൂടുതലായി അനുഭവപ്പെടുന്ന ഹിമാലയൻ പർവ്വതനിര സിവാലിക്. ഹിന്ദുകുഷ് പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങൾ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലും പ്രധാനമായും കാണപ്പെടുന്നത് ശിവാലിക്. സർവേ വകുപ്പ് തുടക്കത്തിൽ എവറസ്റ്റ് കൊടുമുടിക്ക് നൽകിയ പേര് പീക്ക് 15. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി എവറസ്റ്റ് 8850 മീറ്റർ. എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാൾ. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാൾ. ചുരങ്ങൾ. ഉയരമേറിയ പർവ്വതങ്ങൾക്ക് പുറകിലുള്ള പ്രകൃതിദത്തമായ വിടവുകളാണ് ചുരങ്ങൾ. ഹിന്ദുകുഷിലെ പ്രസിദ്ധമായ മലമ്പാതകൾ ഗൈബർ, ബോലാൻ. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗതാഗതയോഗ്യമായ ചുരം ഗാർ തുങ്ല ചുരം. ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം ബോലാൻ ചുരം. കേരളത്തിലേക്കുള്ള കവാടം പാലക്കാട് ചുരം. ഡെക്കാനിലേക്കുള്ള താക്കോൽ അസിർഗഡ് ചുരം. ചുരങ്ങളുടെ നാട് ലഡാക്ക്. ഗാർ തുങ്ല ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ലേ സിയാച്ചിൻ ഗ്ലേഷ്യർ, ജമ്മു കാശ്മീർ. നാമ ചുരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ചുരങ്ങളും സംസ്ഥാനങ്ങളും നാഥുല സിക്കിം, ഷിപ്കില ഹിമാചൽ പ്രദേശ്, സോജില ജമ്മു കാശ്മീർ, ഫോട്ടുല ജമ്മു കാശ്മീർ, നമികാല റോഹ്താങ് ഹിമാചൽ പ്രദേശ്. ജലാപില സിക്കിം, ലിബുലെഖ് ഉത്തരാഖണ്ഡ്, നാമ ചുരം ഉത്തരാഖണ്ഡ്, കുബർലിഘട്ട് ഉത്തരാഖണ്ഡ്, ബോർഗട്ട് മഹാരാഷ്ട്ര. ചുരങ്ങളും സ്ഥലങ്ങളും ഗൈബർ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. ബനിഹാൾ ജമ്മു കാശ്മീർ, ശ്രീനഗർ. അപ്പോൾ ജമ്മു കാശ്മീർ ശ്രീനഗറിനെ ഒന്നിപ്പിക്കുന്ന ചുരം ബനിഹാൾ. ലിബുലേഖ് ഉത്തരാഖണ്ഡ്, ടിബറ്റ്. ഷിപ്കില ചുരം ഹിമാചൽ പ്രദേശ്, ടിബറ്റ്. സോജില ചുരം ശ്രീനഗർ, കാർഗിൽ. നാഥുല ചുരം സിക്കിം, ടിബറ്റ്. ബോംദില അരുണാചൽ പ്രദേശ്, ലാസ. ബോർഗട്ട് മുംബൈ, പൂനെ. താൽഗട്ട് നാസിക്, മുംബൈ.
ജമ്മു കാശ്മീരിന്റെ വടക്കും വടക്കു കിഴക്കുമായി സ്ഥിതി ചെയ്യുന്ന പർവ്വത മേഖല ട്രാൻസ് ഹിമാലയൻ. ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ടുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ ജമ്മു കാശ്മീർ, ലഡാക്ക്. ട്രാൻസ് ഹിമാലയൻ നിരയിൽ വരുന്ന പ്രധാന പർവ്വത നിരകൾ കാരക്കോറം, ലഡാക്ക്, സസ്കർ. മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം നിരകളിൽ. മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം മലനിരകളിൽ. കൈലാസം കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം ടിബറ്റ്. കൈലാസത്തെ ടിബറ്റിൽ വിളിക്കുന്ന പേര് കാങ് റിംപോച്ചെ. കൃഷ്ണഗിരി എന്ന് സംസ്കൃതത്തിൽ പരാമർശിക്കുന്ന പർവ്വതനിര കാരക്കോറം. കൃഷ്ണഗിരി എന്ന് സംസ്കൃത കൃതിയിൽ പരാമർശിക്കുന്ന പർവ്വതനിര കാരക്കോറം. റുഡ്യാർഡ് ക്ലിപ്പിന്റെ കിം എന്ന നോവലിൽ പരാമർശിക്കുന്ന പർവ്വതനിര കാരക്കോറം. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ യുദ്ധക്കളം സിയാച്ചിൻ. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ യുദ്ധക്കളം സിയാച്ചിൻ. ലോകത്തിലെ ധ്രുവ പ്രദേശങ്ങളില്ലാത്ത രണ്ടാമത്തെ നീളമേറിയ ഹിമാനി സിയാച്ചിൻ. ഒന്നാമത്തത് ഫെഡ്ചെൻകോ, താജിക്കിസ്ഥാൻ. മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നത് സിയാച്ചിൻ. മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നത് സിയാച്ചിൻ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹിമപീഠഭൂമി സിയാച്ചിൻ. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ ഹെലിപ്പാഡ് സിയാച്ചിൻ. സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി നൂബ്ര. നൂബ്ര നദി ചെന്ന് ചേരുന്ന സിന്ധു നദിയുടെ പോഷക നദി ഷോക്ക്. റോസാപ്പൂക്കൾ സുലഭം എന്നർത്ഥം വരുന്ന യുദ്ധഭൂമിയാണ് സിയാച്ചിൻ. ഉത്തരപർവ്വത മേഖലയിലെ വടക്ക് കിഴക്കൻ മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന കുന്നുകൾ ഗാസി, ഗാരോ, ജയന്തിയ, മിസോനാഗ, പഡ്കായ്. മൗസിൻഡാം സ്ഥിതി ചെയ്യുന്ന മലനിര ഗാസി. മൗസിൻഡാം സ്ഥിതി ചെയ്യുന്ന മലനിര ഗാസി. അരുണാചൽ പ്രദേശിനും മ്യാൻമറിനുമിടയിൽ അന്താരാഷ്ട്ര അതിർത്തിയായി നിലകൊള്ളുന്ന പർവ്വതഭാഗം പത്കായബം. മണിപ്പൂരിനും മ്യാൻമറിനുമിടയിൽ അന്താരാഷ്ട്ര അതിർത്തിയായി നിലകൊള്ളുന്ന കുന്നുകൾ മണിപ്പൂർ കുന്നുകൾ. ഇന്ത്യക്കും മ്യാൻമറിനുമിടയിൽ നീർമറിയായി നിലകൊള്ളുന്ന കുന്നുകൾ പത്കായിബം, നാഗക്കുന്നുകൾ. ലുഷായി കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മിസോറാം. ലോകത്തെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം മൗസിൻഡ്രാം. ഭൂമിയിലെ ഏറ്റവും നനവുള്ള പ്രദേശം എന്ന് ആദ്യം വിശേഷണം ലഭിച്ച സ്ഥലം ചിറാപുഞ്ചി. ചിറാപുഞ്ചിയുടെ പുതിയ പേര് സോഹ്റ. ദക്ഷിണേന്ത്യയിലെ ചിറാപുഞ്ചി അഗുംബെ, കർണാടക. അഗുംബെ. കേരളത്തിലെ ചിറാപുഞ്ചി ലക്കിടി. മ്യാൻമറിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ള പർവ്വതനിര അരക്കൻ യോമ. നദീ താഴ്വരകളെ അടിസ്ഥാനമാക്കി സർ ഡിസ്നി ബെർണാൾഡ് ഹിമാലയത്തെ 4 വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. പഞ്ചാബ് ഹിമാലയം, നേപ്പാൾ ഹിമാലയം, കുമയൂൺ ഹിമാലയം, ആസാം ഹിമാലയം. ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ച് ഹിമാലയത്തിന് തെക്ക് ഭാഗത്ത് രൂപം കൊണ്ട സമതലം ഉത്തര മഹാസമതലം. ലോകത്തിലെ ഏറ്റവും വ്യത്യസ്തമായ ഏക്കൽ സമതലം ഉത്തര മഹാസമതലം. ഉത്തര മഹാസമതലത്തിലെ പ്രദേശങ്ങളിൽ പുതിയതായി നിക്ഷേപിക്കപ്പെടുന്ന ഏക്കൽ മണ്ണ് ഖാദർ. ഉത്തര മഹാസമതലം പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പഴം ഏക്കൽ നിക്ഷേപം ഭംഗർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി ഉത്തര മഹാസമതലം. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഉത്തര മഹാസമതലം. ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലം. രാജസ്ഥാനിൽ കാണപ്പെടുന്ന ഉത്തര മഹാസമതലത്തിലെ ഭാഗം മരുസ്ഥലി ബാഗർ. രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ സമതലങ്ങൾ രൂപീകരണത്തിന് കാരണമായ നദികൾ ലൂണി, സരസ്വതി നദികൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂകമ്പ സാധ്യത മേഖല ഗംഗ ബ്രഹ്മപുത്ര താഴ്വര. പഞ്ചാബ് ഹരിയാന സമതലം രൂപീകരണത്തിന് കാരണമാകുന്ന നദികൾ സിന്ധുവും പോഷക നദികളും. 2 നദികൾക്കിടയിലെ ഏക്കൽ പ്രദേശം ഡോബ്. ബിയാസ് രവി നദികൾക്കിടയിലുള്ള ഡോബ് ബാരി ഡോബ്. ബിയാസ് സത്ലജ് നദികൾക്കിടയിലുള്ള ഏക്കൽ പ്രദേശം ബിസ്ത ഡോബ്.
ചിനാബ് രവി നദികൾക്കിടയിലുള്ള ഏക്കൽ പ്രദേശം രജേന ഡോബ്. ജലം ചിനാബ് നദികൾക്കിടയിലുള്ള ഏക്കൽ പ്രദേശം ചാപ് ഡോബ്. സിന്ധു ജലം നദികൾക്കിടയിലുള്ള ഏക്കൽ പ്രദേശം സിന്ധു സാഗർ. ശിവാലിക് മലനിരകൾക്ക് സമാന്തരമായി പാറക്കഷ്ണങ്ങളാൽ നിറഞ്ഞ് ഇടുങ്ങിയ പ്രദേശം ബാബർ. ബാബർ പ്രദേശത്തിന് തെക്കായി സസ്യജാലങ്ങൾ തഴച്ചു വളരുന്ന ചതുപ്പ് പ്രദേശം ടെറായി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള പ്രധാന പർവ്വതനിരകൾ ആരാവല്ലി, വിന്ധ്യ സത്പുര, പശ്ചിമഘട്ടം, പൂർവഘട്ടം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ മടക്കുപർവ്വതം ആരാവല്ലി പർവ്വതനിര. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിര ആരാവല്ലി. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ആരാവല്ലി. രാജസ്ഥാനെ കിഴക്കും പടിഞ്ഞാറുമായി വേർതിരിക്കുന്ന പർവ്വതനിര ആരാവല്ലി. ആരവല്ലി പർവ്വതനിരയിലെ ജൈന തീർത്ഥാടന കേന്ദ്രം ദിൽവാര ക്ഷേത്രം, മൗണ്ട് അബു. ആരവല്ലി പർവ്വതനിരയിലെ പ്രസിദ്ധ സുഖവാസ കേന്ദ്രം മൗണ്ട് അബു. മൗണ്ട് അബുവിൻ്റെ പഴയ പേര് അർബുദാഞ്ചൽ. മൗണ്ട് അബുവിൻ്റെ പഴയ പേര് അർബുദാഞ്ചൽ. മൗണ്ട് ഗുരു ശിഖറിനെയും മൗണ്ട് അബുവിനെയും തമ്മിൽ വേർതിരിക്കുന്ന ചുരം ഗോരൻഘട്ട് ചുരം. ഹാർഡിഘട്ട് ചുരം സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ആരാവല്ലി. ആരാവല്ലി നിരയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം അജ്മീർ. ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് ഗുരു ശിഖർ. സാത്പുര പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ധൂപ്ഗാർഹ്. വിന്ധ്യ പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അമർകാണ്ടക്. ഡൽഹിയുടെ ഭാഗമായിട്ടുള്ള ആരവല്ലി പർവ്വതനിരയിലെ കുന്നുകൾ റെയ്സിന കുന്നുകൾ. വിന്ധ്യ നിരകൾക്ക് സമാന്തരമായി നർമ്മദ താപ്തി നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര സാത്പുര നിരകൾ. വിന്ധ്യ നിരകൾക്ക് സമാന്തരമായി നർമ്മദ താപ്തി നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് സാത്പുര നിരകൾ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്ന് വിഭജിക്കുന്ന പർവ്വതനിരകൾ വിന്ധ്യ നിരകൾ. വിന്ധ്യ സത്പുര പർവ്വതനിരയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പീഠഭൂമി മൈക്കല നിരകൾ. മധ്യപ്രദേശിലെ പ്രധാന സുഖവാസ കേന്ദ്രമായ പച്ച് മാർഗി സ്ഥിതി ചെയ്യുന്ന മലനിര സാത്പുര. സാത്പുര റാണി പഹ്മാർച്ചി മാർഹി മധ്യപ്രദേശ്. അസിർഗഡ് ചുരം സ്ഥിതി ചെയ്യുന്ന മലനിര സാത്പുര. അറബിക്കടലിന് സമാന്തരമായി താപ്തി നദിയുടെ നദീമുഖം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന പർവ്വതനിര പശ്ചിമഘട്ടം. ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അതിർത്തി പശ്ചിമഘട്ടം. പശ്ചിമഘട്ടത്തിലെ ഉയരം കൂടിയ കൊടുമുടി ആനമുടി 2695 മീറ്റർ. ആനമല, ഏലമല, പളനിമല എന്നിവ സംഗമിക്കുന്നത് ആനമുടി. ആനമല, ഏലമല, പളനിമല എന്നിവ സംഗമിക്കുന്നത് ആനമുടി. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ലഡാക്ക്. പശ്ചിമഘട്ടത്തിലെ പ്രധാന ചുരങ്ങൾ ബോർഗട്ട്, താൽഘട്ട്, പാലക്കാട് ചുരം, ചെങ്കോട്ട ചുരം. പശ്ചിമഘട്ടം കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, തമിഴ്നാട്, കേരളം. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കേ അതിര് പൂർവഘട്ടം. ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിരയാണ് പൂർവഘട്ടം. പൂർവഘട്ടത്തിന്റെ ശരാശരി ഉയരം 600 മീറ്റർ. പൂർവഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ജിൻദഗാഡ പർവ്വതം, ആന്ധ്രാപ്രദേശ്. ഉപദ്വീപീയ ഇന്ത്യയെയും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് സിലിഗുറി ഇടനാഴി. പൂർവഘട്ടത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതം മഹേന്ദ്രഗിരി കുന്നുകൾ. നല്ലമല, പളനി, നാൽക്കൊണ്ട കുന്നുകൾ ഏത് പർവ്വതനിരയുടെ ഭാഗമാണ്? പൂർവഘട്ടം. പളനി കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ സുഖവാസ കേന്ദ്രം കൊടൈക്കനാൽ. പൂർവഘട്ടം എത്ര സംസ്ഥാനങ്ങളിലായി സ്ഥിതി ചെയ്യുന്നു? 4. പശ്ചിമ ബംഗാൾ, ഒറീസ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്. പശ്ചിമഘട്ടവും പൂർവഘട്ടവും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് നീലഗിരി കുന്നുകൾ, തമിഴ്നാട്.
നീലഗിരി കുന്നുകളിൽ അധിവസിക്കുന്ന ആദിവാസി വിഭാഗം തോടാർ. നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം ദോഡാബേട്ട. സ്വർണം, വജ്രം എന്നിവയുടെ നിക്ഷേപങ്ങൾ ഉള്ള ഇന്ത്യയിലെ പീഠഭൂമി ഗോൾക്കൊണ്ട. ഗോൾക്കൊണ്ട സ്വർണ്ണഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. കോഹിനൂർ രത്നം ലഭിച്ച സ്വർണ്ണഖനി ഗോൾക്കൊണ്ട്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള പീഠഭൂമി മാൾവ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, ഡെക്കാൻ പീഠഭൂമി. മാൾവ പീഠഭൂമി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, രാജസ്ഥാൻ. പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ലോകത്തിലെ ഏറ്റവും വലിയ ലാവ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. ഡെക്കാണിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്നത് പൂനെ, മഹാരാഷ്ട്ര. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദി ദാമോദർ. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദി ദാമോദർ. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ലാവ തണുത്തുറഞ്ഞുണ്ടായ മേഖല ഡെക്കാൻ ട്രാപ്പ് റീജിയൻ. കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ ബാബ ബുദാൻ കുന്നുകൾ ഏത് പീഠഭൂമിയുടെ ഭാഗമാണ്? കർണാടക പീഠഭൂമി. കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായിട്ടുള്ള ബാബ ബുദാൻ കുന്നുകൾ ഏത് പീഠഭൂമിയുടെ ഭാഗമാണ്? കർണാടക. ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള ശിലകൾ കണ്ടെത്തിയിട്ടുള്ള പ്രദേശം ധാർവാർ പ്രദേശം, കർണാടക. വിന്ധ്യ പർവ്വതത്തിനും ആരവല്ലി നിരകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി മാൾവ പീഠഭൂമി. റാഞ്ചി പീഠഭൂമി ഏത് പീഠഭൂമിയുടെ ഭാഗമാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഏറ്റവും ഉയർന്ന ഭാഗം പരേഷ്നാഥ് കുന്നുകൾ. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൂഖണ്ഡാന്തര പീഠഭൂമി ഛോട്ടാ നാഗ്പൂർ. ഇന്ത്യയുടെ ധാതുക്കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. പ്രധാന കൊടുമുടികൾ ഗോഡ്വിൻ ആസ്റ്റിൻ, ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീർ. കാഞ്ചൻഗംഗ, സിക്കിം. ആനമുടി, കേരളം. ഗുരു ശിഖർ, രാജസ്ഥാൻ. നന്ദാദേവി, ഉത്തരാഖണ്ഡ്. ഗോഡ്വിൻ ആസ്റ്റിൻ, ജമ്മു കാശ്മീർ. കാഞ്ചൻഗംഗ, സിക്കിം.